യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേൽക്കുന്ന ഇസ്രായേൽ ജനത്തെ കാണാൻ സാധിക്കും. ഇസ്രായേൽക്കാർ തങ്ങളുടെ മരുഭൂമി യാത്രയിൽ ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുക്കുന്ന രംഗമുണ്ട്. അപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുകയാണ്. ആഗ്നേയ സർപ്പങ്ങളെ അയച്ച് അവർക്ക് ദണ്ഡനം നൽകുന്നു. സർപ്പദംശനമേറ്റവരെല്ലാം ഞൊടിയിടയിൽ മരിച്ചു വീഴുന്നു. ഇസ്രായേൽ ജനം ഭയചകിതരായി മോശയുടെ അടുത്ത് ഓടിക്കൂടി. മോശയുടെ അപേക്ഷയനുസരിച്ച് ദൈവം മോശയോട് അരുളി ചെയ്തു, നീ പിച്ചള കൊണ്ട് ഒരു ആഗ്നേയ സർപ്പത്തെ ഉണ്ടാക്കുക, ഈ ആഗ്നേയ സർപ്പത്തെ ഉയർത്തി നിർത്തുക. സർപ്പദംശനമേറ്റവർ ഈ ആഗ്നേയ സർപ്പത്തെ നോക്കിയാൽ അവർ മരിക്കുകയില്ല. സർപ്പദംശനമേറ്റവർ രക്ഷപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് ഉയർത്തപ്പെട്ട പിത്തള സർപ്പം പോലെയാണ്. ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ, ജഡത്തിൻ്റെ മോഹങ്ങളിൽ, പലവിധ വ്യഗ്രതകളിൽ ജീവിക്കുന്ന മനുഷ്യൻ പലപ്പോഴും ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേക്കുന്ന മനുഷ്യരെ പോലെയാണ്. പൈശാചിക വാസനകളുമായി കൂടിച്ചേർന്ന് ആത്മീയ ജീവൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യർ. ഇങ്ങനെ സർപ്പത്തിൻ്റെ, പിശാചിൻ്റെ ദംശനമേറ്റ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ഉയർത്തപ്പെട്ടതാണ് കാൽവരിയിലെ കുരിശ്. സങ്കീർത്തകൻ പറയുന്നു, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാകുകയില്ല. വിഷമയമായ ഈ ലോകത്തിൽ നമുക്ക് രക്ഷ നൽകുന്ന പിത്തള സർപ്പമായ കർത്താവിൻ്റെ കാൽവരിയിലെ കുരിശിനെ നോക്കി നമ്മുടെ ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കാം, വീണ്ടും ഉയർപ്പിലേക്ക് നയിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.